പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയമേ അല്പം ആത്മീയ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതെ, സ്പിരിച്വാലിറ്റിയുടെ പിന്നിലുള്ള സയൻസ്. കാരണം നമുക്കത് സമൂഹത്തിൽ 95% ആൾക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസികളാണ്, ഏതെങ്കിലും രീതിയിലുള്ള മതവിശ്വാസികളുമാണ്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം വ്യത്യസ്ത രീതിയിലുള്ളതുണ്ടാകും. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ അനുഭവവേദ്യമാക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഏതെങ്കിലും വിധത്തിലുള്ള ആരാധന, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ ചെയ്തു പോരുന്നവരാണ്. എന്താണ് ഈ പ്രാർത്ഥന? പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തത്? പ്രകർഷേണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. പ്രകർഷേണ ധ്യാനിക്കുന്നത്, മറ്റ് ചിന്തകളെല്ലാം വെടിഞ്ഞുകൊണ്ട് മനസ്സിനെ ആഹ്ലാദഭരിതമായി ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നിടത്ത് മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. അതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ മനസ്സിൻ്റെ ഭാവം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ശക്തി ഇങ്ങോട്ട് കിട്ടുള്ളൂ. ദൈവം എന്ന് വെച്ചാൽ പ്രപഞ്ച ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സിനെയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അത് അനുഭവവേദ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് വേണ്ടത്? വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തോടു കൂടി പ്രകർഷേണ ധ്യാനിക്കുന്നതാണ് ഫലപ്രാപ്തിയിലേക്ക്. അതിനാദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിരിക്കണം. വാട്ട് യു വാണ്ട് ഫസ്റ്റ്. അതിന് വ്യക്തത ഇല്ലാത്തതാണ് പ്രശ്നം. നമ്മൾ എന്തൊക്കെയോ അബദ്ധജടിലമായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു, ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഫോക്കസ്ഡ് അല്ല. ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് തന്നെ തരും. പക്ഷെ പ്രഥമമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ലോജിക്കും ആയിരിക്കണം. മനുഷ്യനാൽ പ്രാപ്യമാകുന്നത് കൊടുത്തെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ബോധമനസ്സ് അവിടെ ഇടപെടും, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് വ്യക്തത ഉണ്ടായിരിക്കുക, ക്ലാരിറ്റി ഉണ്ടായിരിക്കുക പ്രാർത്ഥനയ്ക്ക്. ഇനി പ്രാർത്ഥിക്കുന്ന രീതിയിലോ അവിടെ സന്തോഷമുണ്ടായിരിക്കണം. സത്വരജ പ്രധാനമായ രീതിയിൽ പ്രാർത്ഥിക്കണം. മനസ്സിന് 3 ഭാവങ്ങളുണ്ട്. സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. സത്വഗുണം വെച്ചാൽ സ്വാത്വിക് തലം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ആരാധന അനുഷ്ഠാനങ്ങളിലെല്ലാം സ്വാത്വികത നമ്മളിലേക്ക് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുമുള്ള അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ ചെയ്യുന്നത്. നീറ്റായിട്ട്, ക്ലീനായിട്ട് ക്ഷേത്ര പരിസരങ്ങളൊക്കെ നോക്കൂ. ഒരു ശാന്തിയും സമാധാനവും കിട്ടത്തക്ക രീതിയിലുള്ള പ്രപഞ്ചത്തിലല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശത്തല്ലേ ദേവാലയങ്ങളൊക്കെ നിർമ്മിക്കാറുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത്, നമ്മൾ പലർക്കും പരിചയമുണ്ടാവും ഈ സ്ഥലം, പല സിനിമകളുടെയും പശ്ചാത്തലമായിട്ടുള്ള ഉത്രാളിക്കാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ശരിയായ സൗന്ദര്യം നല്ലതുപോലെ അറിയാൻ പറ്റുന്നൊരു പ്രദേശമാണ് ഉത്രാളിക്കാവ്. അപ്പം ഇവിടെയൊക്കെ എന്താ സംഭവം? ഇവിടെയൊക്കെ വരുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മനസ്സിന് വല്ലാത്ത രീതിയിലുള്ള സ്വാത്വികത എത്തുന്നു. അങ്ങനെ സ്വാത്വികതയോടുകൂടി കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമാണ് ഉള്ളിലേക്ക് വിടുക. അപ്പം രജോ ഗുണത്തെ മാറ്റണം, തമോ ഗുണത്തെ മാറ്റണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകൾ. നമ്മൾ നിത്യം വീട്ടിൽ പാരായണം ചെയ്യാറുള്ള പല നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ ഇല്ലേ, അതെന്തിനാ? രജോ ഗുണത്തെയും തമോ ഗുണത്തെയും മാറ്റുക, അതിനുശേഷം വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പൂജകളും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയും ആ വേളയിൽ മനസ്സിനെ സ്വാത്വികതയിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങളുടെ രജോ ഗുണം മാറുന്നില്ലെങ്കിൽ, തമോ ഗുണം മാറുന്നില്ലെന്നുണ്ടെങ്കിലോ അവിടെ പ്രയോജനമൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല വിധത്തിലുള്ള ആരാധന അനുഷ്ഠാനങ്ങളും പൂജകളും മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് നടക്കുന്നവർക്കും ഒരു ബലം കിട്ടാതെ വരുന്നത്. പറഞ്ഞു വരുമ്പോൾ എന്താ, എല്ലാവരും ഭക്തരാണ്, ഒരുപാട് ദൈവങ്ങളുടെ പുറകെ പോകുന്നുണ്ട്, എന്നിട്ടും ഇത്രയും കാലം ഭഗവാനെ വിളിച്ചിട്ടും ഭഗവാൻ എന്താണ് കണ്ണു തുറക്കാത്തതെന്നാണ്. ഭഗവാൻ കണ്ണു തുറക്കാത്തതല്ല, നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് കാര്യം ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ തത്വം അറിഞ്ഞ് ചെയ്യുക. തത്വം അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഫലം കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ ദേവാലയങ്ങളിൽ വരുമ്പോഴും ഏകാഗ്രതയോടുകൂടി ധ്യാനാത്മകമായ രീതിയിൽ, സ്വാത്വികമായ രീതിയിൽ, ഇനിയിപ്പം അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങളോ അല്ലെങ്കിൽ അവദാനങ്ങളോ ഒക്കെ പാടാറുണ്ട് നമ്മളല്ലേ. പലരും ദേവീദേവന്മാരെ പുകഴ്ത്തിയുള്ള പാട്ടുകളും അവരെ പ്രശംസിച്ചുകൊണ്ടുള്ള പാട്ടുകളും വർണ്ണിച്ചുകൊണ്ടുള്ള രൂപവർണ്ണനകളൊക്കെ നടത്താറുണ്ട്. നമ്മൾ പലരുടെയും വിചാരം ഈ രൂപവർണ്ണനയൊക്കെ കൊണ്ട് ദൈവം അങ്ങ് പ്രസാദിക്കും എന്നുള്ളതാണ്. ഭഗവാൻ ഒരിക്കലും വർണ്ണന ആവശ്യമില്ല, പുകഴ്ത്തലിൽ വീഴുന്ന ആളുമല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. നിങ്ങൾ പുകഴ്ത്തുമ്പോഴെല്ലാം പുകഴ്ത്തൽ സ്വീകരിക്കുന്ന ആളായിരുന്നുവെങ്കിൽ
ഇതിൽ എത്രയോ മുമ്പേ നമ്മൾ രക്ഷപ്പെട്ടു പോയാണ്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും പുകഴ്ത്തൽ ആവശ്യമില്ല. അത് നിങ്ങളുടെ മനസ്സിനെ സ്വാത്വികതയിലേക്ക് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് ആയിത്തീരുക. ഇപ്പം ഇത് കണക്കുള്ള ദേവാലയങ്ങളിലൊക്കെ വന്നിട്ട് ശേഷം വളരെ ദൂരെ നിന്നൊക്കെ വന്ന് കഷ്ടപ്പെട്ട് വന്ന് വിഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അത് അപകടത്തിലേക്ക് പോകും. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാവം മാറിയില്ലെന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനകൾക്കൊന്നും യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഈ നമ്മുടെ ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്, ഒരു ശുദ്ധീകരണമാണ് ആദ്യം വേണ്ടത്. ദേവാലയങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രാർത്ഥനയിൽ ആദ്യം ശുദ്ധീകരിക്കുക. ശുദ്ധീകരിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇതിനെ നല്ലതുപോലെ അവേക്കനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാത്വികതയിലേക്ക് ഉയർത്തുക. അങ്ങനെ പ്രാർത്ഥന കൊടുത്ത ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും ഫലപ്രാപ്തിയിലെത്തും. നമുക്കിതറിയില്ലെങ്കിൽ ഇതേപോലുള്ള ഡെലിബറേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പലയിടത്തും. നമ്മളെ ആ രൂപത്തിൽ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അല്പം നമുക്ക് ആശ്വാസം കിട്ടുമ്പോൾ എന്ത് വിചാരിക്കും, ഇതിനകത്തുള്ള ദൈവം നമ്മളെ രക്ഷിച്ചു എന്ന് പറയും. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തുന്നത്. അത്തരത്തിലുള്ള ഉൾക്കണ്ണ്, അന്തർജ്ഞാനം തുറക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.